ഡോ താഴ്ന്നു വന്നേ ഒരു മിനിറ്റ് കേട്ടോ വരാൻ. കയ്യിൽ ചക്ക വിളഞ്ഞാണ്. അതാണോ നിന്റെ പ്രശ്നം? നീ എന്തിനാ ഷോ കാണിക്കുന്നേ? വിളിച്ചാ ഫോണും എടുക്കൂല, വാട്സപ്പിലാണെങ്കിൽ ഒടുക്കത്തെ മലോഡ്രാമ. ഞാൻ പിന്നെ ശല്യപ്പെടുത്തിയോ? ഇല്ലല്ലോ. എടാ അതാണ് എൻ്റെ പ്രശ്നം. നീ ഇങ്ങനെ ഡൗൺ ആവാൻ മാത്രം എന്ത് പ്രേമം നിനക്ക് എന്നോട്? നിനക്ക് എന്നെ പറ്റി എന്താ അറിയുന്നേ? ഒരു കോപ്പിലെ സെന്റിമെന്റ്സ്. നിനക്കൊരു ക്യാരക്ടർ ഉണ്ടടാ. ഇതൊക്കെ പറയാനാണ് ഇപ്പം. സോറി, ഞാനൊന്നും പറയുന്നില്ല. എന്താ എന്താ ആരോടെ മാറി? എവിടെ? അവിടെ. സോറി. അവിടെ മിണ്ടാതെ മിണ്ടാതെ നിൽക്കുന്നില്ല. അമ്മ അവളെവിടെ പോയെന്നാ പറഞ്ഞത്? അവളെ വിളിച്ചാക്കിട്ടുണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങണ്ട, അത് കാരണമാണ്. എനിക്കറിയാൻ പാടില്ല. അമ്മേ എട്ടപ്പള്ളി. അമ്മേ ഒന്നുമില്ല. എടോ താൻ നമ്പർ അടിക്കാന്നാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ടാണ് അപ്പം തന്നെ കോൾ അടിച്ചത്. ഇതിപ്പം തനിക്ക് ഇത്രയും ബാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എടോ തനിക്കിനി എന്ത് പ്രശ്നമുണ്ടെങ്കിലും താൻ ആരാണെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. കാരണം ഇത് തന്നെ അത്ര ഇഷ്ടം. എനിക്ക് പ്രശ്നമുണ്ട്. ജീവിതത്തിൽ ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കാര്യങ്ങൾ കുറച്ചുകൂടെ മെച്ചൂർഡായി ഹാൻഡിൽ ചെയ്യും. ഇങ്ങോട്ട് നോക്ക്. ഞാൻ നിങ്ങൾക്ക് കൂട്ടിരിക്കാം, കമ്പനി തരാം. പോരെ? നീ നോക്കിയത് ഫോണിങ്ങന്ന് ഫോൺ താടും. ശരിക്കും ഈ ആരോട് വെച്ചിട്ടാ ഫോട്ടോ ഇട്ടേ? ഈ താനെടുത്ത നമ്മുടെ ഫോട്ടോ ഇല്ലേ? എടാ അത് ഞാൻ അന്ന് എടുത്തത് നിന്റെ മൂഡ് ഓക്കെ ആവാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ മൊത്തം നാട്ടുകാരെ പ്രദർശിപ്പിക്കാനല്ല. നിനക്കെന്താ ബോധമില്ലേ? നീ ആ ഫോട്ടോ നോക്ക്, നിന്റെ റൂമിൽ കട്ടിൽ ഒരുമിച്ച്. എടാ എനിക്കൊരു പ്രൈവസി ഉണ്ട്, നിനക്കും ഉണ്ട്. ലോകത്ത് എല്ലാവർക്കും അതാണ് വേണ്ടത്. കളഞ്ഞല്ലോ, പ്രശ്നം തീർന്നില്ലേ? തീർന്നോ? എടാ തീർന്നോടാ പ്രശ്നം? നിന്നെ കണ്ട നാളെ തൊട്ടിട്ട് ഞാൻ പേടിച്ചാ നിൽക്കുന്നത്. എന്തിന്? നമ്മള് കമ്പനിയാണ്, നീ എന്നെ നോക്കുന്നുണ്ട്. ഇതൊക്കെ നിന്റെ കൂട്ടുകാരോട് പറഞ്ഞല്ലേ? രണ്ടുപേരോട്. എന്റെ അനുവാദം ഇല്ലാതെ, എനിക്കൊരു ഐഡന്റിറ്റി ഇല്ലാതെ നിനക്ക് തോന്നുന്നൊക്കെ നീ ഓരോരുത്തരോട് വിളിച്ചു പറഞ്ഞോളൂ. നീ ഒന്നും എന്നെ ജീവിക്കാൻ സമ്മതിക്കൂലേ? നാട്ടിലും വീട്ടിലും. ഇനി എന്താ വേണ്ടേ? ഞാൻ നാട് വിട്ടു പോണോ? നീ മാറണല്ല, എന്റെ കൺമുമ്പ് കണ്ടുപോരുത്.
കടന്നു. എന്താ പ്രശ്നം നിന്റെ? എന്താ നിന്റെ പ്രശ്നം? നീയാണ് ആ ഫോട്ടോ എടുത്തത്. അതുകൊണ്ട് അത് ഞാൻ നിനക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തല്ല. പിന്നെ എന്തിനാ എടുത്തത്? നിന്റെ മൂഡ് ഓക്കെ ആവാൻ വേണ്ടി എടുത്താ. എങ്ങൂല്ലാത്ത പ്രൈവസി ഉള്ളത് നിനക്ക്. നീ ലോകത്ത് എന്താണ് നിനക്ക് മാത്രം ഇത്രയും കാര്യങ്ങൾ. നിനക്ക് അതുകൊണ്ട് എന്താ പ്രശ്നം? പക്ഷെ എനിക്കറിയണം എന്താണ് എന്റെ പ്രശ്നം. എന്താ നിന്റെ പ്രശ്നം? നീ ഇത്ര നാളെ ഞാൻ ഇങ്ങനെ പേടിച്ചിട്ട് ജീവിക്കണമെന്ന് അറിയോ? അതെന്തിനാണ്? അത് നാളെ നേരത്തെ ഇറങ്ങണേ. ഓക്കെ ആ ജോല ആ ബാഗ് അയ്യോ. ഇത് എന്ത് ബാഗാ? നല്ല ബാഗ് തൂച്ച് വരുന്ന വാങ്ങാൻ. ഓ വേണ്ട, കുഴപ്പമില്ല, നാളെ കാണാം. നാളെ കാണാം. ശരി. ശരി. നമുക്ക് നാളെ രാവിലെ ഒന്ന് അമ്പലത്തിൽ പോയാലോ? ഞാനില്ല, കാലത്ത് എനിക്ക് വേറെ പരിപാടി ഉണ്ട്. രാവിലെ നേരത്തെ പോവാം. കാലത്ത് എനിക്ക് പഞ്ചായത്തിൽ പോകണം. 6:30 പഞ്ചായത്ത്. എന്താ പറ്റിയേ? അച്ഛനോ? ഇല്ല, കേട്ടോ. അവിടെ കുറച്ച് ട്രാഫിക് ഉണ്ടല്ലോ. തലയിൽ കുഴപ്പമില്ല. ആരായിരിക്കും അത്? ഏതായാലും നമ്മൾ പണിഞ്ഞ പിള്ളേരാവില്ല. അവന്മാരൊക്കെ പത്തിയും മടക്കിയിരിപ്പ. വരാ, ഞാൻ 2 ചെക്കന്മാരുടെ കാര്യം പറഞ്ഞില്ലേ, മിസ്സിങ് ആയ. അവന്മാരെ ആരാണ്ട് ഇതേപോലെ കാറിൽ തൂക്കിക്കൊണ്ട് പോയെന്ന ഫ്രണ്ട്സൊക്കെ പോലീസിന് കൊടുത്ത വഴി. ഇതുപോലൊരു രാത്രിയില്ല, സെക്കൻഡ് ഷോ വഴി. സെൻറ്റ് ഫിലോമിനാസിലെ പിള്ളേരാ, നിന്റെ മാതു പഠിക്കുന്ന കോളേജ് എന്ന് പറയുമ്പോൾ ഈ ഓടിക്കുന്ന കോളേജ്. പറയുന്നുണ്ടെന്ന് തോന്നരുത്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ. നിന്റെ ഈ ഒരു മാതിരി കാന്തം മാതിരിയാ. അടുത്തേക്ക് അവളെ നിന്നെ വലിച്ചുകൊണ്ടിരിക്കും. നിന്റെ ചുറ്റും കൊടുക്കുകളാ. വരാ, നീ സൂക്ഷിച്ചു.